ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമെഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിംഗ്സ് ഓൺ കണ്ടംപററി ഇഷ്യൂസ് എന്ന പേപ്പറിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ചാപ്റ്റർ അനാലിസിസ് ആണ്. അതായത് ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മളുടെ ടോപ്പിക്സ് ആൻഡ് പോയിൻറ്റ്സ് അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഈ പേപ്പർ അപ്പിയർ ചെയ്യാമെന്നും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡ്രഗ് അബ്യൂസസ് കോസസ് ആൻഡ് സൊല്യൂഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ആ ചാപ്റ്ററിന് എഴുതിയത് ആരാണെന്ന് പഠിക്കുക. ആ ചാപ്റ്റർ എഴുതിയ ആളുടെ ഒരു ഡിസിഗ്നേഷൻ എന്തെങ്കിലും പഠിക്കുക, കുറിച്ച് ഒരു കാര്യം പഠിക്കുക. അതിനുശേഷം ഈ ചാപ്റ്റർ മുഴുവനായിട്ട് എന്താണ് അദ്ദേഹം പറയുന്നതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ ഇപ്പോൾ 4 മാർക്സിനും 50 മാർക്സിനും ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. ഏകദേശം ഒരു 5 to 6 സെൻറ്റൻസ് ഒക്കെ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് എഴുതാൻ. അല്ലാതെ നല്ല വലുതായിട്ടൊന്നും എഴുതണ്ട. ഇപ്പോൾ ഡ്രഗ് അബ്യൂസസ് കോസസ് ആൻഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എഴുതാം, ഡ്രഗ് അബ്യൂസസ് കോസസ് ആൻഡ് സൊല്യൂഷൻ വാസ് ആൻ ആർട്ടിക്കിൾ റിട്ടൺ ബൈ എ ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റർ സമുദ്രൻ മുഖർജി. അങ്ങനെ എഴുതാം. അതുകൂടാതെ എന്താണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗത്ത് ഫുള്ളായിട്ട് എന്താണ് പറയുന്നത്? ഫസ്റ്റ് അദ്ദേഹം the romanticization and itself the presence and glorification of the drugs. ഡ്രഗ്സിനെ എങ്ങനെ മീഡിയാസ് ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നും അത് ഡ്രഗ് അബ്യൂസ് എങ്ങനെയായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട്. ആൻഡ് ആൾസോ he says about the harmful and fatal effects of the drug abuses, and also he says the prevention is the best way to deal with the drug abuse. അപ്പോൾ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. അതുകൂടാതെ എന്ത് പറഞ്ഞു, ഗവൺമെൻറ് അല്ല നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തു. ആ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയായിട്ട് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതാം. അപ്പോൾ ഓതറിനെ കുറിച്ച് അദ്ദേഹം ഒരു ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്ററാണെന്ന് മാത്രം എഴുതിയാൽ മതി. കൂടാതെ ഈ ഒരു പാഠഭാഗത്ത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അത് 4 മാർക്സിനും 50 മാർക്സിനും ക്വസ്റ്റ്യൻ അത് ഏത് ചാപ്റ്ററിൻ്റെ വന്നാലും അതൊന്ന് മെൻഷൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ പാഠഭാഗത്തിലേക്ക് വന്നാൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ഡ്രഗ് യൂസേജ് സൂൺ ചേഞ്ച് ടു ഡ്രഗ് അബ്യൂസ് എന്നാണ്. ഇപ്പോൾ ഡ്രഗ് യൂസേജ് പെട്ടെന്ന് എങ്ങനെ ഒരു ഡ്രഗ് അബ്യൂസ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സ് ഡ്രഗ് യൂസേജ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളി അത് പറയുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സൊക്കെയാണ് നിങ്ങൾ ഉൾപ്പെടുത്താനുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ലെവലിൽ ഈ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റ് അവർക്കൊരു അവരുടെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെസ്സിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ എന്തെങ്കിലും സ്ട്രെസ്സോ എന്തെങ്കിലും വിഷമമോ എന്തെങ്കിലും വരുമ്പോൾ ഡ്രഗ് യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അത് പിന്നീട് അതൊരു അഡിക്ഷനായിട്ട് മാറുന്നതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ കേസിൽ ഇങ്ങനെ ഡ്രഗ് യൂസേജ് കൂടാനുള്ള കാരണം ഫസ്റ്റ് കേസ് ടെലിവിഷൻ സീരീസ് ഫിലിംസ് പോലുള്ള എല്ലാ മീഡിയാസിലും എന്ത് ചെയ്യുന്നു, ഈ ഡ്രഗ്സിനെ ഗ്ലോറിഫൈ ചെയ്താണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ത്രില്ലിങ് എക്സ്പീരിയൻസിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു. ഇപ്പം മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഏതിലായാലും അങ്ങനെ ഫിലിംസ് ഉണ്ട്. ഇപ്പം ആക്ടേഴ്സ് ആയാലും ആക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ വില്ലന്മാരായിക്കോട്ടെ അവരിങ്ങനെ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന അവർക്കൊരു ത്രില്ലിങ് എഫക്റ്റാണ് കിട്ടുന്ന രീതിയിൽ യങ്സ്റ്റേഴ്സിന് കാണിക്കുമ്പോൾ ഈ മീഡിയ ടെലിവിഷൻ വഴി കാണിക്കുമ്പോൾ അവർക്കും തോന്നും എന്താണ് ഇതിൻ്റെ ത്രില്ലിങ് എഫക്റ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റൊമാൻറ്റിസൈസ് ചെയ്യുന്നു. ഫിക്ഷണൽ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള മീഡിയാസിൽ ഈ ഡ്രഗ്സിൻ്റെ റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സിനെ പെട്ടെന്ന്, അതായത് ഒരുപാട് ലൈഫിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത യങ്സ്റ്റേഴ്സ് ആവാം, ആ യങ്സ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അവർക്ക് ഇതിനെയൊക്കെ മിസ്ഗൈഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് യൂസേജ് തുടങ്ങുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ഫാമിലീസ് ആയിക്കോട്ടെ ഇപ്പം ടെലിവിഷൻസിലായിക്കോട്ടെ എല്ലാം ഇതിൻ്റെ ഫാറ്റൽ എഫക്ട്സ് അല്ലെങ്കിൽ ഹാംഫുൾ എഫക്ട്സിനെ കുറിച്ച് കാണിക്കുന്നു. അപ്പം എന്താണ് ഇതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്ന് പറഞ്ഞ് ചിന്തിച്ച് അത് നോക്കാനായിട്ട് പോകുന്നതാണ് ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മൾ അറിയാതെ അതിൻ്റെ ഗ്ലോറിഫിക്കേഷൻ നോക്കി അത് തേടി പോകുന്നവരും പിന്നെ അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞ് അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഡ്രഗ് യൂസേജ് പെട്ടെന്ന് ഒരു ഡ്രഗ് അബ്യൂസ് ആയിട്ട് മാറാനുള്ള കാരണമെന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ എഫക്ട്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. എഫക്ട്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ ഫസ്റ്റ് പറയുന്നത് ബ്രെയിനെയാണ് ഈ ഡ്രഗ് അബ്യൂസ് അഡിക്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ബ്രെയിനിൽ അഡിക്റ്റ് ചെയ്യുന്ന ഡ്രഗ് അബ്യൂസ് എങ്ങനെയാണ്? അത് ബ്രെയിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബ്രെയിനിലുള്ള നാച്ചുറൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഉണ്ട്. അതിനെ പറയുന്ന പേര് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഇങ്ങനെ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അതുപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പോലെ സാദൃശ്യം കാണിക്കുന്ന ഡ്രഗ്സ് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
അതും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗ്സ് ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഉള്ള ഈ നമ്മുടെ ബ്രെയിനിൽ തന്നെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ ചെയ്യാനുള്ള ജോലി ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗ്സ് നോർമൽ വേയിലായിരിക്കത്തില്ല പിന്നെ ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ നോക്കുന്നത്. നോർമൽ വേയിലല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഡ്രഗ്സ് ഈ റിസപ്റ്റേഴ്സിനെ ഫൂൾ ചെയ്തിട്ട് നെർവ് സെൽസിനെ ആക്റ്റീവ് ചെയ്തിട്ട് അബ്നോർമൽ ആയിട്ടുള്ള മെസ്സേജസ് സെൻഡ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ലാർജ് വോളിയൂംസ് ആയിട്ട് റിലീസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ബ്രെയിനിന് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ബ്രെയിൻ അത് നോർമൽ ഫങ്ഷനായിട്ട് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ അത് ആ ഒരു ബ്രെയിനിൻ്റെ ആ കാപ്പബിലിറ്റീനെ മാറ്റുന്നു. പിന്നെ നോർമൽ ലെവലായിട്ടുള്ള പ്രൊഡക്ഷൻസിനെ എല്ലാം അവോയ്ഡ് ചെയ്യുന്നു. ഒരുപാട് സിഗ്നൽസിനെ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്താണോ ബ്രെയിനിൻ്റെ നോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിനെ ഒരു ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗ്സ് ആ ഒരു സിമിലാരിറ്റി ഈ റിസപ്റ്റേഴ്സുമായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഹ്യൂമൻ ബ്രെയിൻസിൻ്റെ റിസപ്റ്റേഴ്സിനെ അവർ ഫൂൾ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഡോപ്പമീനെ കുറിച്ച് പറയുന്നുണ്ട്. ഡോപ്പമീനൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ചോദിക്കുമ്പോൾ ഈ ഒരു ഡോപ്പമീൻ്റെ കേസും എഴുതാം. അപ്പോൾ ഡോപ്പമീൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് ബ്രെയിനിൻ്റെ ഒരു ഏരിയയിൽ കാണുന്നതാണ്. അതെന്താണ് ചെയ്യുന്നത്, നമ്മുടെ മൂവ്മെൻറ്റ്സ്, നമ്മുടെ മോട്ടിവേഷൻസ്, നമ്മുടെ ഇമോഷൻസ് ലൈക്ക് പ്ലഷർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ഡോപ്പമീൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ വരും. ഇങ്ങനൊരു ഡ്രഗ് അബ്യൂസായിട്ട് മാറിയ ഒരാളുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഫുട്ബോളർ തന്നെയാണ് ഡീഗോ മറഡോണ. ഇപ്പോൾ ഡീഗോ മറഡോണ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഡ്രഗ് യൂസേജിൻ്റെ കാര്യം കാരണം ഏകദേശം 94 കിലോസൊക്കെ ആയിരുന്നു. അത് പിന്നീട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീംസിൻ്റെ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയായിട്ട് മറഡോണ കുറച്ചിട്ട് അത് വീണ്ടും 77ലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഒരു സമയം വളരെ വലുതായിട്ട് ഡ്രഗ് യൂസേജ് ആയിട്ട് ഇങ്ങനെ 94 കിലോ ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി പ്രോബ്ലമായിട്ട് ഡീഗോ മറഡോണയുടെ ലൈഫ് മാറുകയാണ് ചെയ്തത്. അതിൽ നിന്നെല്ലാം പിന്നീട് കരകയറി വന്നു. വെയിറ്റൊക്കെ കുറച്ച് ഇതായിരുന്നു. അതിനുശേഷം ഒരു ടീമിൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടി അദ്ദേഹം കളിച്ച് അദ്ദേഹം ടീമിൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടി അതിനെ വർക്ക് ചെയ്ത് അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തായിരുന്നു. അപ്പം ഒരു സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്ത് പറ്റി, ഇങ്ങനെ ഒരു ഡ്രഗ് യൂസേജ് കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഒരു നല്ല ഫേറ്റലായിട്ടുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് മാറിക്കഴിഞ്ഞായിരുന്നു ഏകദേശം ഒരു 1994 സമയത്തൊക്കെ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡ്രഗ്സിൻ്റെ തന്നെ ഈ ഒരു യൂഫോറിക് ബിഹേവിയറിൻ്റെ കേസൊക്കെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ യൂഫോറിക് ആയിട്ട് ബിഹേവിയർ ചെയ്യുമ്പോൾ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ ബ്രെയിൻ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരാളിങ്ങനെ ഡ്രഗ് ചെയ്ത് അത് വീണ്ടും അത് ചെയ്യാനായിട്ടുള്ള നമുക്ക് വീണ്ടും ചെയ്യാനൊരു ഫീൽ വെച്ച് തോന്നുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ആസക്തി തോന്നുന്നത് ഇങ്ങനെ ഈ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ ലോ ആകുമ്പോൾ ആ ഡോപ്പമിൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ബ്രെയിൻ തന്നെ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് അതിനെയാണ് ഇങ്ങനെ ഒരു യൂഫോറിക് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എഫക്ട്സ് ഓഫ് ഡ്രഗ്സിൽ പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു ക്യൂർ ദിസ് ഡിസീസ്. അപ്പം പ്രിവെൻഷനാണ്, അതിനെ അവോയ്ഡ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. യൂസ് ചെയ്യാതിരിക്കുക. അല്ലാതെ ഇത് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരാളടുത്ത് അത് വരത്തില്ലല്ലോ. ഡ്രഗ് യൂസേജ് ആയിട്ടുള്ള പ്രോബ്ലംസ് യൂസ് ചെയ്യാത്ത ഒരാൾക്ക് വരത്തില്ല. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതൊക്കെ തന്നെയാണ് ഈ ഒരു ഡ്രഗ് യൂസേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു ദി ഡ്രഗ് യൂസേജ് ടു അവോയ്ഡ് ദ ഡ്രഗ് യൂസേജ്. ആൻഡ് ഓൾസോ മെഡിക്കൽ പ്രോഗ്രാംസ് കൊണ്ട് പ്രാക്ടീഷണേഴ്സൊക്കെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന കാര്യങ്ങളിലും അങ്ങനെ ഇപ്പോൾ ഫാമിലീസിലായിക്കോട്ടെ സ്കൂൾസിലായിട്ടുള്ള അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് രീതിയൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിനെക്കുറിച്ച് ഇതിനുള്ള ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മീഡിയാസും ടെലിവിഷൻസിൽ ഫിലിംസും എല്ലാം അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ ഒരു ഗ്ലോറിഫിക്കേഷനൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു യങ്സ്റ്റേഴ്സിന് മോട്ടിവേഷനായിട്ട് ഫിലിംസിലും ഈ ഒരു മീഡിയയിലും ടെലിവിഷനും എല്ലാം കാണിക്കുക. ഈ ഒരു ഗ്ലോറിഫിക്കേഷനും ത്രില്ലിംഗ് എക്സ്പീരിയൻസിനെ കാണിക്കുന്നതും റൊമാൻറ്റിസൈസേഷൻ കാണിക്കുന്നതും എല്ലാം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രഗ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതും റൊമാൻറ്റിസൈസ് ചെയ്യുന്നതും എല്ലാം റെസിസ്റ്റ് ചെയ്യുക. അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയുന്നത് അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക, കോൺസിക്വൻസസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഡ്രഗ് യൂസേജിന് കോൺസിക്വൻസസ് ആഡ് ചെയ്തിട്ട് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതും ഗ്ലോറിഫൈ ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യാനാണ് ഇതിനകത്ത് പറയുന്നത്.
ആൻഡ് ഓൾസോ ഒരാൾ അതിൽ നിന്നും പിന്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു, നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്താണ് അതിൻ്റെ പാർശ്വഫലങ്ങളെന്ന് അറിഞ്ഞിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ അതിൽ നിന്നും എല്ലാം അവർ രക്ഷപ്പെട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് രക്ഷപ്പെട്ടാലുള്ള ആ ഒരു മനസ്സുഖം എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് നോക്കും. അതാണ് വേറൊരു കാര്യം പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രഗ് അബ്യൂസേഴ്സിന് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഇഷ്യൂസ് ആ ഒരു ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുക്കണം. അവർ ബേസിക്കലി അവരുടെ പേഴ്സണൽ ലൈഫ് തൊട്ടാ തുടങ്ങണം. എന്തുകൊണ്ടാണ് അവർ ഡ്രഗ് യൂസേജിലേക്ക് വന്നത്, ആ പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ നിന്ന് സോൾവ് ചെയ്യുക, അവർക്ക് അതിന് വേണ്ടിയുള്ള കൗൺസിലിങ്സ് കൊടുക്കുക. അങ്ങനെ മെഡിക്കലി മാത്രമല്ല ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും അവർക്ക് ഫുള്ളി സപ്പോർട്ട് കൊടുത്താണ് ഇങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ആ ഒരു പേഴ്സണലി ആ പേഴ്സൺസിൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇങ്ങനെയൊരു ഡ്രഗ് യൂസേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരുപാട് അതിൻ്റെ പാർശ്വഫലങ്ങളും ഇങ്ങനെ നമ്മൾ അവിടെ മെൻ്റലിയും ഫിസിക്കലിയും ഉള്ള പേഴ്സണൽ ലൈഫ്സും എല്ലാം മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ അപ്പം മാത്രമല്ല അവർ ആ ഡ്രഗ് യൂസേജ് നിർത്തുന്നത്, ഇനി വരും കാലത്തും അവരതൊരിക്കലും കൈകൊണ്ട് തൊടാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഗുണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും പിന്നെ അയാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടാവാതിരിക്കരുത് എന്ന് അവരാഗ്രഹിച്ചുകൊണ്ട് അവർ പിന്നീട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു പോർഷനിൽ പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ ആ ഒരു സസ്റ്റെയിൻ ട്രീറ്റ്മെൻറ്റും പിന്നെ എങ്ങനെയൊക്കെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം എന്ന രീതിയിലെല്ലാം ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. പിന്നെ വരുന്നത് സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ കേസാണ്. ആ സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ കേസ് ആ ഒരു കണക്കും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഹീറോയിൻ, എപ്പോയിൻ, ദെൻ ഒപ്പിയം ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സിൻ്റെയൊക്കെ നമ്പർ എഴുതിയില്ലെങ്കിലും അല്ലാണ്ട് ആ ഒരു കേസസ് ആ ഒരു വർഷം റിപ്പോർട്ട് ചെയ്ത സ്ട്രീറ്റ് ചിൽഡ്രൻസിൽ ഡ്രഗ് യൂസേജിൻ്റെ കേസസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. അത് ആരെ റിപ്പോർട്ടാണ്, എയിംസിൻ്റെ റിപ്പോർട്ടാണ്, അതും ഒന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ NGOയുടെ റിപ്പോർട്ട് ഒന്ന് മെൻഷൻ ചെയ്യണം. ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ കേസ് അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മെൻഷൻ ചെയ്ത് അത് എഴുതണം. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡ്രഗ് യൂസേജിനെ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഡ്രഗ് യൂസേജിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ പറ്റും. അതിലൊന്നെന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് അസിസ്റ്റൻറ്റ് ഓഫ് പ്രിവെൻഷൻ ഓഫ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്ന ഒരു സ്കീമാണ്. അത് ഹരിയാന ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അത് ഇങ്ങനെ വരുന്ന അഡിക്ട്സിന്, അതായത് നമ്മുടെ ഡ്രഗ് യൂസ് ചെയ്ത് വരുന്ന അഡിക്ട്സിന് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും അവർക്ക് കൗൺസിലിങ്ങും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസും അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ടും എല്ലാം കൊടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ എലിജിബിൾ ആയിട്ടുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇങ്ങനെ ഓരോ ആൾക്കാരെ ചുമതലപ്പെടുത്തി അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയൊക്കെ അറേഞ്ച് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഈ ഒരു റീഹാബിലിറ്റേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കെയാണ് ഇങ്ങനെ ഒരു ഹരിയാന ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്കീം മുമ്പോട്ട് കൊണ്ടുവന്നത്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് NGO, അതായത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ നടത്തുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ചാരിറ്റബിൾ നിർമ്മാൺ സേവദ ട്രസ്റ്റ്. ചാരിറ്റബിൾ നിർമ്മാൺ സേവദ ട്രസ്റ്റ് കൊണ്ടുവന്നതിൻ്റെ കാരണമാണ് നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു 2-3 NGO സെക്ടർ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് എന്തെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എഴുതണം. ആരാണ്, എന്ത് ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NGO ആണ് അത് കൊണ്ടുവന്നതെന്നും അതിൻ്റെ പേര് ചാരിറ്റബിൾ നിർമ്മാൺ സേവദ ട്രസ്റ്റ് ആണെന്നും അത് എന്താണ് ഇത് ചെയ്യുന്നത്, തീഹാറിലെ പ്രിസണേഴ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 80% ഓഫ് പ്രിസണേഴ്സും ടുബാക്കോ, ഗഞ്ച, സ്മാക്ക് അല്ലെങ്കിൽ അഗെയിൻ ആൽക്കഹോൾ പോലുള്ള അഡിക്റ്റഡ് ആണ്, എല്ലാത്തിനും അഡിക്റ്റഡ് ആണ്. അപ്പോൾ അവർക്കൊരു അഡിഷനായിട്ട് ഒരു പ്രോപ്പറായിട്ട് അഡിഷൻ കൊടുക്കാനായിട്ടാണ് ഈ ഒരു ട്രസ്റ്റ് രൂപപ്പെടുത്തുന്നത്. അത് മാത്രമല്ല അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, കാരണം ഇങ്ങനെ അവർ ഡിപ്രഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ വസിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റങ്ങൾ, അതായത് അവരെ മെൻ്റലി അവർ ഡിപ്രസ്ഡ് ആകുമ്പോഴാണ് അവരിതൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത്. 100%-ൽ 80% പേര് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ മെൻ്റലി അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൗൺസിലിംഗ് ചെയ്ത് മാറ്റാനും ഒരു കൗൺസിലറെ അറേഞ്ച് ചെയ്യാനും ഈ സ്കീം മുൻപോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ചേതനയാണ്. ചേതന NGOയുടെ തന്നെ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ചേതന പറയുന്നതെന്ന് പറഞ്ഞാൽ നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനിൽ ചിൽഡ്രൻസിന് വേണ്ടി പ്രത്യേകം, സ്ട്രീറ്റ് ചിൽഡ്രൻസിന് വേണ്ടി പ്രത്യേകം ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത്, അതായത് ആ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസ് മാൻസും ദെൻ ആ സ്ട്രീറ്റ് ചിൽഡ്രൻസും തമ്മിലൊരു ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മുമ്പോട്ട് വയ്ക്കാനും അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ആ ചിൽഡ്രൻസിന് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനാണ് ഈ ഒരു
ചേതന എന്ന ട്രസ്റ്റ് രൂപപ്പെട്ടത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡൽഹി എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരുപാട് ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ നിന്നും പിന്നെയുള്ള ഈ വേറെ ഹോസ്പിറ്റൽസിൽ നിന്നെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്നെല്ലാം തന്നെ മെഡിക്കൽ ഓഫീസേഴ്സിനെ ഇതിനു വേണ്ടി ഈ ഒരു ഡ്രഗ് അബ്യൂസസിൻ്റെ പ്രശ്നത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി അവിടെ നിന്നും അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് ഒപ്പം വർക്ക് ചെയ്യാണ്ട് അവരെ ഇതിൽ നിന്നുമെല്ലാം കര കയറ്റാനും ഒക്കെ ആയിട്ട് അങ്ങനെ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ സ്കീംസ് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനെതിരെ നടപടികൾ എടുക്കുന്നത് വേറൊരു മെത്തേഡാണ്. ലാസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരുപാട് പോലീസ്, എക്സൈസ്, കസ്റ്റംസ് പോലുള്ള അവിടെ നിന്നുമെല്ലാം ഉദ്യോഗസ്ഥർ ഇതിൽ നിന്ന് ഏർപ്പാടാക്കുന്നത് എല്ലാം പറയുന്നുണ്ട്. അതൊന്ന് വായിക്കുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് പറയുന്നത് സെക്ഷൻ 64 ഓഫ് NDPS ആക്റ്റാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്താണ്? ദ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ ടു അഡൽട്സ് വോളണ്ടിയറിംഗ് ഫോർ treatment provided that the said immunity from prosecution may be withdrawn if the adult does not undergo the complete treatment for de-addiction. അപ്പം ഇത് അതുപോലെ പഠിക്കണം, സെൻറ്റൻസ് അതുപോലെ പഠിക്കണം, ആ വാക്കുകളെല്ലാം പ്രോപ്പറായിട്ട് അതുപോലെ യൂസ് ചെയ്യണം. കാരണം ഇതൊരു ആക്റ്റാണ്, നമുക്കത് വേറെ രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ മീനിങ് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നമ്മൾ ഫാമിലി ആയിക്കോട്ടെ, അവരെ നിർബന്ധത്തിനല്ലാതെ ആയിരിക്കും എന്തായാലും അവർ സമ്മതിക്കത്തില്ലല്ലോ, നമുക്ക് അവർ ട്രീറ്റ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫാമിലി അവരെല്ലാം ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടാക്കിയാൽ, ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടാക്കിയാൽ ആ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെയും ആ രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നിന്നും പോകുവാനോ അത് മാത്രമല്ല അത് വേണ്ട എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഈ ട്രീറ്റ്മെൻറ്റ് കഴിയാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിയാനോ എന്തെങ്കിലും ചെയ്താൽ ആ പേഷ്യൻറ്റിനെതിരെ കേസ് എടുക്കാനുള്ള ഒരു ആക്റ്റാണിത്. അതായത് ഫുള്ളി ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ആവുന്നത് വരെ അവരവിടെ നിൽക്കണം. അതിൽ നിന്നും പിന്തിരിയാനോ അത് വേണ്ട എന്ന് പറയാനോ ഒന്നും തന്നെ അവർക്ക് അധികാരമില്ല. അതൊരു പ്രോസിക്യൂട്ട്, അതൊരു നിയമലംഘനമായിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിയമലംഘനമാകുമ്പോൾ അത് തെറ്റിക്കുമ്പോൾ എന്തായാലും ശിക്ഷ കിട്ടുമല്ലോ, ആ ഒരു രീതിയിൽ എത്തിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ എത്തിക്കുമ്പോൾ അവർക്കൊരു പേടി വരും. ആ പേടി കൊണ്ട് എങ്കിലും അവരെന്ത് ചെയ്യും, അവരെ ഇതിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൽ നിന്നും മോചിതരാക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ, സെക്ഷൻ 64 അതൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ. 3-4 ഡ്രഗ്സിൻ്റെ പേരുകൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അത് ഈ ചാപ്റ്റർ നല്ല എല്ലാ ചാപ്റ്ററിലും പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എഫക്ട്സ്, എങ്ങനെയാണ് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ സൊല്യൂഷൻസ്, എന്തൊക്കെയാണ് സൊല്യൂഷൻസ്, ട്രീറ്റ്മെൻറ്റ്സ്, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, പിന്നെ ഇനിഷ്യേറ്റീവ്സ്, സ്ട്രീറ്റ് ചിൽഡ്രൻസിൻ്റെ കേസ്, എങ്ങനെ ഒരു ഡ്രഗ് യൂസേജ് പെട്ടെന്നൊരു ഡ്രഗ് അബ്യൂസായിട്ട് മാറുന്നു, അത് യങ്സ്റ്റേഴ്സിനെ എങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്റർ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ നോക്കാം. എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് നോക്കാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ചാപ്റ്റർ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഈ സമ്മറി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് 1 വേർഡ് എല്ലാം വർക്കൗട്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ എഴുതുക, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുക. 4 മാർക്സിനും 50 മാർക്സിനും ക്വസ്റ്റ്യനിൽ നമ്മളിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ.